എങ്ങനെ പെട്ടെന്ന് കട്ടാവാന്നുള്ള എപ്പിസോഡ് നിന്ന്. അപ്പോൾ ആരും സ്കിപ്പാകണ്ട, ഇനി മേലിൽ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നതല്ല. അപ്പോൾ ജിമ്മിലെ ഒരു ദിവസം ഒന്ന് കാണിക്കുന്നത്, ഞാൻ കാണിക്കാൻ പോണ ആള് മഹാദുഷ്ടനും ശത്രുവും ഞങ്ങൾ ആശാൻ നല്ല തങ്കപ്പെട്ട മനുഷ്യന്. ഉറങ്ങുമ്പോൾ മാത്രം ഞങ്ങളെ ദുഷ്ടതരങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ. പിന്നെ പെട്ടെന്ന് കട്ടാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇയാളെ കണ്ടാൽ മതി, നമ്മുടെ മെയിൻ കട്ടൻ കൊടുത്ത മെയിൻ ആളാണ്. സാറേ ഒന്ന് പോസ് ചെയ്ത് കട്ടെന്ന് കാണിച്ചാൽ കോഴിക്കട്ടൻ. പിന്നെ പാവൻ ട്രെയിനർ, നല്ല മനുഷ്യൻ്റെ ഉടമണ്. എണ്ണ മാത്രം അറിയില്ല. അഞ്ചെണ്ണിക്കാ മാധവ്, അഞ്ചെണ്ണിയാ. പിന്നെ അയാൾക്ക് എണ്ണാൻ പഠിപ്പിക്കണം. ഈ ട്രെയിനർമാരൊക്കെ എണ്ണാൻ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇയാൾ വാമായിട്ടാണ്. അപ്പം ഇന്നത്തെ കുറച്ച് കാര്യങ്ങളിലൂടെ കാണിക്കുക. ആ നീല ഷർട്ട് ഇട്ട ആളെ നോട്ട് ചെയ്ത് വെച്ചോ, നീച്ച പറപ്പിക്കുന്ന ആളും. അപ്പോൾ ചെറിയ രീതിയിലുള്ള കളികളൊക്കെ ഒന്ന് കാണാം. ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. യെസ്, എൻ്റെ ഒപ്പം ക്യാമറ വരില്ലേ? വരണം. പിന്നെ പെട്ടെന്ന് കട്ടാവണ സാധനങ്ങൾ ഇത് അടിച്ചാൽ പെട്ടെന്ന് കട്ടാവും അല്ലേ? ഞാൻ 98 കിലോ ഉണ്ടായിരുന്നിട്ടാ. ഒരുപാട് സപ്പോർട്ട് കൊണ്ടുവരുന്ന സംഭവം. സ്റ്റാർട്ട് ചെയ്യോ. വേറെ വലിയ ഇതൊന്നും യജ്ഞങ്ങളൊന്നുമില്ലേ? ബാലവാടി യജ്ഞങ്ങളുള്ളൂ ഇതൊക്കെ. എന്തൊക്കെ ആള് പറയണ്ട്. എന്താ ശാനെ അന്ന് പറഞ്ഞു ഇവനെന്താണ് ഗാന്ധിജിയാരാന്നറിയോ? ഫാദർ ഓഫ് ദി നേഷൻ. ദി നേഷൻ, നേഷന്റെ ഫാദറാണ്. മെയിൻ കട്ട ഇവിടുത്തെ മെയിൻ കട്ടാണ്. ആ ബാക്കിൽ കൂടെ പോകണട്ടോ. നിനക്കെന്താ വയ്യേ? മരിച്ചയാളെ കൊന്നളയാളെല്ലാവരും. ഇവൻ കുഴപ്പമില്ല, പാവൻ ട്രെയിനറാണ്. ഇയാളെ മനസ്സ് ശത്രുതയുള്ള ദുഷ്ടൻ അയാൾ. ഹായ് ആശാൻ. നീ തീർന്നു. ഇന്നത്തെ കുഴപ്പമില്ല. ഇന്നിങ്ങനത്തെ ഇറക്കണ ജിമ്മിലെ പരിപാടികൾ ഇതൊക്കെയാണ്, ഉഡായിപ്പ് പരിപാടികൾ. ഈ സാധനം ഇത് മെൽക്കെറിയലാണ്. ഇതിന് മെയിൻ ജിമ്മ്. പെട്ടെന്ന് കട്ടാവണത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവണ പരിപാടികൾ ഇതുണ്ട്. ഇതിങ്ങനെ ഇത് വെക്കുക, ഇങ്ങനെ വെക്കുക, ഇത് മെൽക്കെറിയ. പെട്ടെന്ന് കട്ടാവണ ജിമ്മ് ഇതിന്. എന്നോട് എല്ലാവരും ചോദിച്ചു പെട്ടെന്ന് എങ്ങനെ ആയിന്ന്. ഇതിന് സംഭവം അല്ലേ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവാം. അതുപോലെ തന്നെ ഭക്ഷണം എന്താണെങ്കിലും കഴിക്കുക. അയാൾ കാണുന്നുണ്ട് അവിടെ നിന്നിട്ട് അപ്പുറത്ത് ദുഷ്ടൻ അയാള്. ഇതിൽ ഫസ്റ്റിൽ വീണാൽ കട്ടാവും. പോയി ഇയാള് നല്ല മനുഷ്യന്, ഞങ്ങളെ ട്രെയിനറിന് ഇതുപോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യനെ എവിടെയും കിട്ടാനില്ല അല്ലേ? വേറെ എന്താ തങ്കപ്പേട്ടനെ കിട്ടാനില്ല. ഇവിടുത്തെ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ അപ്രൻഡിക്സ്, ഇവിടുത്തെ അംസത്തലി. ഇന്നെന്ത് പറഞ്ഞു കാടിയാണോ? കൈക്ക് അടി തോടത്തോന്ന് പോക്കണ്ടേ. ഇന്നൊരു മൂടില്ല എന്ന് പറയുന്നു. അയാൾക്ക് ഭ്രാന്തായിട്ടുണ്ട്. ഇയാൾക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. മെന്റല് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്നതാണ്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. അല്ലല്ല, മനസ്സിലാവണില്ല. വീണ്ടും ചാടന്ന് ഞാൻ ഇനി വരുമോ? എങ്ങനെ
എപ്പോഴും ക്രോസ് എനിക്ക് വലുതാവുമ്പോൾ ആരാവാൻ ആഗ്രഹം? ആശാന് വലുതാവുമ്പോൾ ആരാവാൻ ആഗ്രഹം? എനിക്കാ ആ എനിക്ക് വലുതാവുന്ന ആഗ്രഹമില്ല. ഈ ദുരിതത്തിനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ ഇവനോട് കുഞ്ഞാശാൻ ആശാന് ഇവനെ ഇനി വലുതാവൂലല്ലേ? ഇനി വലുതാവൂല. മിസ്റ്റർ ഇന്ത്യ, എനിക്കിപ്പോഴപ്പോ എനിക്കൊന്നും വലുതാവാൻ ആഗ്രഹമുണ്ട്. മിസ്റ്റർ ഭാരതം. നമ്മളെ കഴിഞ്ഞ ഇന്നത്തെ കഴിഞ്ഞ അടി കഴിഞ്ഞാ അല്ല ഛേ നല്ല മേടിച്ചൂടെ ഇത് ഞളങ്ങിയ സാധനവും. ഇത് മറ്റേ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന സാധനമല്ലേ ഇത്? ഞാൻ വാമായി നിൽക്കണ്, നീ കൈക്കടിക്കണം. അയാളെ എണീക്കലും പഠിച്ചു പോവാ. ഇയാൾക്ക് ഭ്രാന്തായ നമ്മളെ കാര്യം കഷ്ടം. ഏതോ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കണേ നമ്മളെ കൊല്ലാനുള്ള. അടിയിലല്ലേ? താഴ്പോല്ലേ? ആശാനെ അടിയിലടിക്കല്ലേ? ബൈസിന് കൈക്കടിച്ച് തകർക്കുന്ന ദിവസം നിന്ന് ഞാൻ എനിക്ക് ലീവാണ്. ഇവിടുത്തെ മെയിൻ കട്ട വന്നു. ഇവിടുത്തെ മെയിൻ കട്ട ശ്രദ്ധിക്ക. ഭയങ്കര കട്ടായിരുന്നു. ഇതിലും ഇലക്ട്രീഷ്യൻ ആയാലും കട്ടണം എടുത്തേ. ഇലക്ട്രീഷ്യൻ വരെ കട്ടണം എടുത്ത് മെയിൻ കട്ട. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ജോണി? എന്താ പറയുക, ജോണി സെൻസ്. ഇത് പാവങ്ങളെ നമ്മളെ ഇവിടെ ജിമ്മിൽ ഒരു ചെറിയ പ്രശ്നം വന്ന സമയത്ത് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഉണ്ട്. ഇതൊക്കെ സിമ്പിള്. ഇത് സിമ്പിൾ പരിപാടി. ജിമ്മിലെങ്ങനെ ഉടായിപ്പ് കാണിക്കാന്നുള്ളതാണ് നമ്മളിന്ന് പഠിപ്പിക്കാൻ പോണം. പ്രാന്തം വരെ മുമ്പ് ചെയ്തു പോകണം. ഇതാ വേണമെങ്കിൽ നോക്കി പഠിച്ചോ. ആശാനെ വേണേ നോക്കിക്കോ. ഹോയ് 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 ഹോയ്. കറക്റ്റല്ലേ? റെസ്റ്റ് അരമണിക്കൂർ റെസ്റ്റ്. അത് ടിപ്പാണ്. മറ്റേത് ഭയങ്കര പാടാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ഇല്ലല്ലേ? അങ്ങനല്ലേ? ഇത് പറ്റില്ല. ഇവിടെ തന്നെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ശരിയായി. അയ്യോ മതി. മെയിൻ കട്ടായി ഇവിടുത്തെ. റെസ്റ്റ്. അയ്യോ ആവശ്യം നേരത്തെ ഒരു തെണ്ടില്ലോ. ജാഫർക്കൊന്ന് മെയിൻ കട്ടൊന്ന് പറ്റില്ലടാ. മതി. അയ്യോ മതി. ഒരാഴ്ചക്കുള്ളായിട്ടുണ്ട്. നിസ്സാരം മണി പിന്നെ റെഡിയാവുണ്ട്. എങ്ങനെ പെട്ടെന്ന് കട്ടാവാന്നുള്ള എപ്പിസോഡിൽ നിന്ന് അപ്പോൾ ആരും സ്കിപ്പാകണ്ട. ഇനി മേലിൽ ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നതല്ല. കളിയൊക്കെ സെറ്റായി. മാത്രമേ നിർത്താം. വീട്ടില് മീൻ വറുത്തത് ഒരു സൈഡ് മറിച്ചിട്ട് തിന്നാത്ത തന്നെ ഇപ്പം ഈ കാണിക്കുന്ന ഇത് കണ്ടില്ലേ? പാവങ്ങളെ ജോണിസിൻസ് വരുന്നുണ്ട്. അടിച്ചിട്ട് പോവാ, രണ്ടടി അടിച്ചിട്ട് പോവാ. ഏട്ടാ ഇവിടുത്തെ ചളിങ്ങാടുത്ത ആസ്ഥാന ഇലക്ട്രീഷ്യന് രണ്ടടി അടിച്ചിട്ട് പോവാ. മെയിൻ കട്ടണ പോണ്. അപ്പോൾ ഇവന് മീൻ പൊരിച്ചതിൻ്റെ ഒരു സൈഡ് മറിച്ചിടാൻ മടിയുള്ള തന്നെ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഈ കഷ്ടപ്പെടുന്നു. അല്ല മെയിൻ ഭ്രാന്തം വരുന്നുണ്ട്. ആശാൻ പെട്ട് അടുത്ത ഞാനാണെന്ന് ആലോചിക്കുമ്പോഴത്തുള്ള ടെൻഷൻ. അവനടിക്കാൻ അടുത്ത ഞാൻ അതിൻ്റെ ടെൻഷൻ.
അതെ വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഡമ്പലടിച്ച് ഏത് വൈഡാണോ അങ്ങനെയാണോ? വെയിറ്റ് കുറച്ചിട്ടെ അയാൾക്ക് ഭ്രാന്താണ്. ഇല്ലടാ വെയിറ്റില്ല. ഓ ഭയങ്കര വെയിറ്റ് ഇടല്ലേ? മെയിൻ കട്ടാ കൊടുത്തേ. സൈഡാണോ? ആ അടിക്കാൻ പോണ്ട. ക്യാമറ മുന്നിൽ മാർക്ക് ലക്ഷങ്ങളിൽ കാണും, ലക്ഷങ്ങൾ. നിസ്സാരം. ഇതൊക്കെ തുരും പിടിച്ചില്ല ബാറൊക്കെ. ഇതൊക്കെ ശരിക്കും അടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് അവരെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതെങ്ങനെ അടിക്കണ്ടെന്നുള്ളത്. ഇത് പ്രഹസനം മാത്രം. കട്ടായി ഓ പൊളിച്ച് നിർത്താം. വെയിറ്റ് പോരടാ, ഇട് വെയിറ്റ് ഇട്. ഞങ്ങളെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ടാ. മിസ്റ്റർ അബ്ദുൽ, മിസ്റ്റർ റിയാസ്, മിസ്റ്റർ കേരള, മിസ്റ്റർ കാക്കനാട്. അടുത്തത് എൻ്റെ കൂടാണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. എത്ര 10 അടി. സൗണ്ട് പറഞ്ഞ അതാണ് മെയിൻ. ഒന്നിക്കലല്ല ശിറ, സൗണ്ട് പറഞ്ഞ അതാണ് മെയിൻ. ആശാളെ കേൾക്കുന്നുണ്ട്, അത് കാണണ്ടല്ലേ. അയ്യോ വെയിറ്റ് കൂട്ടിട്ടാ. പാട്ട് വെച്ച് എൻ്റെ ഫോൺ എടുത്തോട്ടാ, എൻ്റെ ഫോൺ ഉണ്ട് കേട്ടാ. അപ്പോൾ ഞാനിവിടുത്തെ മെയിൻ കട്ടായി. ഇവിടുത്തെ 2 ആശാന്മാർക്കും ഞാൻ ട്രെയിൻ കൊടുക്കണത് ഇങ്ങനെയല്ല, അങ്ങനെ. ഓക്കെ കറക്റ്റ്. അപ്പോൾ നമ്മളെ മെയിൻ ആശാൻ കുറച്ചുകൂടി പോന്നിട്ടാ. ഇവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. 1/2 മണിക്കൂർ അടിച്ചാൽ മതി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ. നമ്മൾ അയാൾ അവിടെ പോയി അടിക്കണേ. ഇതിലിപ്പോൾ ആറിനടിക്കണേ? ഇവനാ കുഞ്ഞാശാൻ വീട്ടിലെന്തോ ഫംഗ്ഷൻ വരുന്നുണ്ട്, ഇവനെ മെയിൻ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇവന്റെ മെയിൻ ഭാഗങ്ങൾ മാത്രം ഇടുന്നു. ആശാൻ കട്ടായി. ആശാൻ ഫുള്ള് മരുന്നാണ്. അല്ലടാ മറ്റേ പനഡോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്യാണ്ടിരിക്കല്ലേ. ഇഞ്ചക്ഷന് തൂഫാൻ. തലടിക്കണോ? മതിയാ? ഓക്കെ വെയിറ്റ് ഉണ്ടാ. ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് ശരിക്കും അടിക്കണമെന്ന് കമന്റ് ചെയ്ത. നമ്മളിത് എങ്ങനെയാലും അടിച്ചു പോകാനുള്ള പരിപാടിന്. ഇത് കണ്ടിരിക്കുന്ന യഥാർത്ഥ അടിക്കാരുണ്ടാവും. അയ്യോ അയാളെ വന്ന് ദുഷ്ടം വന്ന് കൈ കാഴ്ചയിരിക്കണേ. ഇങ്ങനെ അടിക്കാം. കൈ കാഴ്ച അടുത്തതിലടിക്കാം. കൈ കാഴ്ചടാ. ശരിക്കും നീ മരുന്നടിച്ചല്ല കട്ടായത്? ആള്
മരുന്നടിക്കണ്ടേ ലോ വല്ലതും ഉണ്ടെങ്കിൽ ഓക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഡോളോ അല്ലേ മരുന്നടിക്കണ്ടേ അമൃതം പൊടി വേറെ കാര്യണ്ട്. ഈ ടീഷർട്ട് ഇട്ടിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടീഷർട്ടിൽ ഞാൻ നോക്കിയ ഇങ്ങനെ പിടിച്ചിട്ടെടുക്ക്. ഇങ്ങനെ പിടിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയല്ല, Z7 ഫിറ്റ്നസ് സെന്ററിൽ വന്നോണ്ടല്ലേ ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും ടെൻഷൻ ഉണ്ടെങ്കിൽ ആർക്കും ഇതേപോലെ ആവാം. ആ ടെൻഷനും ബോഡി ആൻഡ് മസിൽ ഷോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞാശാനും. അതെ പിന്നെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, പിന്നെ മെയിൻ ആക്കണം എന്ന് പറഞ്ഞാണ്. അതൊന്നും ഇതിൽ വരില്ല. ചെക്കനെ മോട്ടറാക്കണൊക്കെ രണ്ടാം മൃതം പൊടി അടിച്ചിട്ട് വന്ന പോസിനാ കാണുന്നത്. അല്ലാതെ രണ്ടാം മൃതം പൊടി അടിച്ചു വന്നതിന്റെ പോസിനാ കാണുന്നത്. ഹലാലായ കട്ടക്കും ബർക്കത്തുള്ള ട്രെയിനർമാർക്കും സമീപിക്കുക. Z7 ഫിറ്റ്നസ് സെന്റർ ചളിങ്ങാട് പള്ളിയാട. ബർക്കത്തുള്ള ട്രെയിനർമാർ, ഹലാലായ ജിമ്മ്. എന്താണിത്? അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത കുറെ സംഭവങ്ങളുണ്ട്, അത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ട്രേഡ് സീക്രട്ട്. അപ്പൊ ഹലാലായ ജിമ്മും ബർക്കത്തുള്ള ട്രെയിനർമാരെയും വേണമെന്നുണ്ടെങ്കിൽ Z7 ഫിറ്റ്നസ് കൈപ്പമംഗലം ചളിങ്ങാട് പള്ളികടയിൽ വരാം. ഇവിടെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമാണ് നമ്മളെ കുഞ്ഞാശാൻ. ഓക്കെ, ഗുഡ് ബൈ.